വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ ഒരു ആദിവാസിയെ കാറിന്റെ സൈഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ദൃശ്യ മാധ്യമങ്ങളിലൂടെ കേരളം കാണുകയുണ്ടായി. മനുഷ്യത്വവും കാരുണ്യവും സഹതാപവും നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിൽ ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ ലജ്ഞയോടൊപ്പം സങ്കടവും വരികയാണ് ചെയ്യുന്നത്. വിദേശ രാഷ്ട്രങ്ങൾ കേരളത്തിന്റെ മഹിമ ഉയർത്തിക്കാട്ടുന്നതിനു വേണ്ടി പല മേളകളും സർക്കാർ ചെലവിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തുമ്പോൾ കേരളത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാമാണ് മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾ. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ വയനാട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അതെല്ലാം പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വിദേശങ്ങളിൽ ചില ആഘോഷങ്ങൾ, ചില ശില്പശാലകൾ സംഘടിപ്പിക്കുന്നു. വയനാട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. ജനസംഖ്യയിൽ 30% ആദിവാസി ഗോത്ര വർഗക്കാരാണ്. അതിൽ തന്നെ 30% പേർക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണ്. എത്രയോ കാലങ്ങളായി അന്യരുടെ മക്കളെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയ സമൂഹം. പിതാവ് ആരെന്നറിയാതെ ഇത്രയാവാതെ തന്റെ മക്കളുടെ അല്ലെങ്കിൽ തന്റെ മകന്റെ പിതാവ് തന്റെ മകളുടെ പിതാവ് ആരെന്നറിയാൻ വയ്യാതെ അവരെ പോറ്റി വളർത്തുന്ന അമ്മമാര് ഇന്നും ആധുനിക ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന വലിയൊരു സമൂഹം ആദിവാസികൾ. കാട്ടുകിഴങ്ങും കാട്ട് മൃഗങ്ങളെയും ചെറുമൃഗങ്ങളെയും കാട്ടരി പോലുള്ള കാട്ടണ്ണാൻ പോലുള്ള കാട്ടിൽ കിട്ടുന്ന ചെറിയ മൃഗങ്ങളെയും കാട്ടുകോഴി പോലുള്ള പക്ഷികളെയും വേട്ടയാടി പിടിച്ച് അത് ചുട്ട് തിന്ന് അതോടൊപ്പം തന്നെ അവർ തന്നെ വാറ്റിയെടുക്കുന്ന ചാരായവും കുടിച്ച് ആൺ പെൺ വ്യത്യാസമില്ലാതെ മണ്ണിൽ അന്തിയുറങ്ങുന്ന കാഴ്ച വയനാട് ജില്ലയിലെ വനങ്ങളിലൂടെ തിരുനെല്ലിയെന്നും അതുപോലുള്ള വനങ്ങളിലൂടെ കുറെ ഉള്ളിലേക്ക് ചെന്നാൽ ഈ കാഴ്ച കാണാൻ കഴിയും. ഇതിന് അപ്പുറത്തേക്ക് വീണ്ടും ചെന്നാൽ റോഡിൽ നിന്നും 20-25 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നാൽ വളരെ അപരിഷ്കൃതമായി ജീവിക്കുന്നവരെ കാണാം. ഉടുതുണി പോലുമില്ലാതെ നൂൽബന്ധം പോലുമില്ലാതെ കഴിയുന്ന മനുഷ്യരെ കാണാം, ആണിനെയും പെണ്ണിനെയും. ഇത് ദക്ഷിണാഫ്രിക്കയിലല്ല, കേരളത്തിലാണ് എന്നത് ഓർക്കണം. ഇവിടെ പലതും ഉയർത്തിക്കാട്ടുമ്പോൾ ഇത്തരം സംഭവങ്ങളെ, ഇത്തരം മനുഷ്യരെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. സഞ്ചാരികൾ എന്ന പേരിൽ എത്തുന്നവർ മദ്യപിക്കുന്നതിന് വേണ്ടിയും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും ആണ് ഇത്തരം മലയോര മേഖലകളിൽ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന 2 സംഘങ്ങൾ തമ്മിലുണ്ടായ വഴക്ക്, ആ വഴക്ക് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആദിവാസി ആ വഴക്കിനകത്ത് ഇടപെട്ടത്.
ആ വഴക്ക് ഒരു പരുവത്തിൽ തീർന്നപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ഒരു സംഘം പോയ കാറിന്റെ ഡോറിൽ ഈ ആദിവാസിയുടെ വിരൽ കുടുങ്ങി. ആ ഡോറ് തുറന്ന് ആ വിരല് എടുക്കുന്നതിനുള്ള അവസരം കൊടുക്കാതെ മദ്യലഹരിയിൽ ഒരുപക്ഷെ സ്വയംബോധം ഇല്ലാതിരുന്ന ഈ വിനോദസഞ്ചാരികളെന്ന ഭാവേനെ വന്നവര് കാർ ഓടിച്ചു പോവുകയാണ് ചെയ്തത്. ഈ ആദിവാസിയെയും റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം ഈ കാർ സഞ്ചരിച്ചു. പുറകെ വന്ന മറ്റൊരു വാഹനത്തിൽ ഇരുന്ന ആൾക്കാർ ബഹളം വെച്ചപ്പോഴാണ് ആ വണ്ടി നിർത്തി ഈ ആദിവാസിയെ മോചിപ്പിച്ചത്. ഇത് നടന്നത് വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടെന്ന് അഭിമാനിക്കുന്ന, സാക്ഷരത 100% സാക്ഷരത കൈവരിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തിയ കേരളത്തിലാണ്. വ്യാജ പ്രചരണം എന്ന് പറയാൻ കാരണം വയനാട് ജില്ലയിൽ തന്നെ ഗോത്രവർഗത്തിൽ 30% പേർക്കും എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത് വ്യാജ പ്രചരണമായിരുന്നു എന്ന് പറയാൻ കഴിയും. ഒരു മധുവിന്റെ കാര്യം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ആൾക്കൂട്ട വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ മധു 6 വർഷത്തോളമാകുന്നു. അതിന്റെ ആ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ തന്നെ വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതെല്ലാം കുറ്റവാളികൾക്ക് രക്ഷപ്പെടുന്നതിനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച തന്റെ ഭാര്യയ്ക്ക് കൂട്ടിരിക്കാൻ ചെന്ന ഒരു ആദിവാസി, വിശ്വനാഥൻ എന്ന് പേരുള്ള ഒരു ആദിവാസി അയാളുടെ വേഷവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അയാൾ കള്ളനാണെന്ന് വരുത്തി തീർക്കുകയും അയാളെ കൂട്ട വിചാരണ നടത്തുന്ന അവസ്ഥയിലേക്ക്, ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് വന്ന് ആത്മഹത്യ ചെയ്ത സംഭവം. കാരണം വയനാടിയവർ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് അവർ ഭയന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്. പീരുക്കളാണ്. ആധുനിക ലോകത്തിന്റെ കാപട്യങ്ങൾ ഒന്നും അറിഞ്ഞൂടാത്ത തനി ഗ്രാമീണ സ്വഭാവമുള്ള നിഷ്കളങ്കരായ കുറെ മനുഷ്യർ. അവർക്ക് കേരളം ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെന്നോ ആരാണെന്നോ അവർക്കറിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു കുട്ടിയോട്, അവാർഡ് വാങ്ങിച്ച ഒരു കുട്ടിയോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചപ്പോ കൈമലർത്തിയത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ വയനാട്ടിനെ കുറിച്ച് പറയാനുണ്ട്. അതേസമയം പ്രിയങ്ക ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട് മണ്ഡലം. അതിനു മുമ്പ് അവന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ഇതിൽ വോട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത, വോട്ട് ചെയ്യാത്ത നിരവധി പേർ വയനാട്ടിലുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്തവർ. അവിടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്നു വന്നിട്ടുള്ളത് കുറിച്യർ സമുദായത്തിലെയും കുറുമർ സമുദായത്തിലെയും ആൾക്കാരാണ്. ആ കുറിച്യർ സമുദായത്തിൽപ്പെട്ടവരാണ് അവിടുത്തെ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആയത്. കുറുമർ സമുദായത്തിൽപ്പെട്ടവരും ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായും സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഈ 2 സമുദായത്തിലാണ് കൂടുതലുമുള്ളത്. അതേസമയം വളരെ അപരിഷ്കൃതമായി ജീവിക്കുന്ന കാട്ടുനായ്ക്കർ, പണിയർ,
തുടങ്ങിയ സമുദായത്തിൽപ്പെട്ട ആടിയാർ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ, ഗോത്രവർഗക്കാര് അവർക്ക് എന്താണ് ആധുനിക ലോകമെന്ന് തിരിച്ചറിയില്ല. ഇന്നും അപരിഷ്കൃതരായി കഴിഞ്ഞുകൂടുന്നവർ. അവരുടെ പേരിൽ വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരും അതുപോലുള്ള മറ്റ് സാമ്പത്തിക ഏജൻസികളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ തുകയെല്ലാം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ദല്ലാളന്മാരും എല്ലാം വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കിട്ടേണ്ടിടത്ത് ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല, ആദിവാസികൾ എന്നും അപരിഷ്കൃതരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് അവരുടെ എല്ലാം പ്രവർത്തന രീതികൾ. ഈ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ടാണ് ആദിവാസികളെ ഉപദ്രവിക്കുന്ന ഒരു മാനദണ്ഡം നമ്മുടെ സമൂഹത്തിലുള്ളത്. അവരെ ഭയപ്പെടുത്താൻ എളുപ്പമാണ്. പലപ്പോഴും അവർ പ്രതികരിക്കാത്ത ഒരു സമൂഹമായി ഇന്നും നിലനിൽക്കുന്നു. അവരുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ഭാഷയിൽ, ആദിവാസികളുടെ ഭാഷയിൽ തന്നെ അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ചെങ്കിൽ മാത്രമേ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ. അതിനുവേണ്ടി സർക്കാരോ വിദ്യാഭ്യാസ ഏജൻസികളോ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഒന്നും ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇനിയെങ്കിലും അതെല്ലാം മാറി അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്. അവർക്കും കേരളത്തിൻ്റെ മറ്റുള്ളവർ അനുഭവിക്കുന്നത് പോലെയുള്ള എല്ലാവിധ കാര്യങ്ങളും അനുഭവിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.